എല്ലാവർക്കും നമസ്കാരം. കേരള വിഷന്റെ സ്ത്രീപക്ഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പണ്ടൊക്കെ വില്ലത്തി അമ്മായിയമ്മയായിരുന്നു. മരുമക്കളും മോശമൊന്നുമല്ല, എന്നാൽ പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പം രണ്ടാളും ഒറ്റ കൈയാണ്. എന്നാൽ മറിച്ചുള്ള ചില കുടുംബങ്ങളും ഉണ്ട്. എന്തായാലും സ്ത്രീപക്ഷത്തിന്റെ ഈ എപ്പിസോഡിൽ നമ്മൾ അന്വേഷിക്കുകയാണ് എന്താണ് യഥാർത്ഥ കഥ എന്നുള്ളത്. ഇന്ന് നമുക്ക് അതിഥികളായി എത്തിയിരിക്കുന്നത് ആദ്യമേ തന്നെ സൈക്കോളജിസ്റ്റായ, ഈ ഒരു വിഷയത്തിൽ മനഃശാസ്ത്രപരമായ നമ്മുടെ സംശയങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ള സൈക്കോളജിസ്റ്റായ ഡോക്ടർ അശ്വതി ആനന്ദാണ്. മാം, വെൽക്കം ടു ദ ഷോ. നമ്മുടെ അടുത്ത അതിഥി ശ്രീമതി പത്മജ എസ് മേനോനാണ്. മാം, വെൽക്കം ടു ദ ഷോ. മാമിനെ പറ്റി പറയുമ്പോൾ മാം ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്, അതോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആണ്. മാം, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഇന്ന് രണ്ട് അതിഥികൾ കൂടെ ഉണ്ട്. നമ്മുടെ വിഷയം തന്നെ അമ്മായിയമ്മയും മരുമകളാണല്ലോ. അപ്പോൾ അതാ കൈയൊക്കെ ചേർത്ത് പിടിച്ച് രണ്ടുപേർ എത്തിയിട്ടുണ്ട്, അമ്മായിയമ്മയും മരുമകളും. അപ്പോൾ ഡോക്ടർ അഷ്ന ഹനീഷ് ആൻഡ് സ്വാലിഹ ബീബി രണ്ടുപേരെയും സ്വാഗതം ചെയ്യാണ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു മാം, ഇന്നത്തെ നമ്മുടെ വിഷയം തന്നെ അമ്മായിയമ്മയും മരുമകളുമാണ്, അന്നും ഇന്നും. എന്താണ് മാമിന് ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ ആദ്യമേ തന്നെ മനസ്സിലേക്ക് വരുന്നത്? എന്താണ് ഒരു കാര്യം പറയട്ടെ, അമ്മായിയമ്മ എന്ന് പറയല്ലേ, എന്താണ് അതൊരു അമ്മായിയമ്മ പോരെന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ അമ്മ എന്നാ വിളിക്കാറ്. എൻ്റെ അമ്മയുടെ അത്ര തന്നെ സ്നേഹം കൊടുക്കാറുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡിനോട് പറയും, ശ്രീചേട്ടാ ശ്രീചേട്ടൻ്റെ അമ്മ ആയിരുന്നു എൻ്റെ കൂടെ എങ്കിൽ ഞാൻ ഇതിന് മുമ്പേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു. അത്രയ്ക്ക് സപ്പോർട്ടിങ് ആണ്. മോളെ 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 എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ബ്യൂട്ടി പാർലറിൽ പോവും, ഒരുമിച്ച് സിനിമ കാണാൻ പറ്റും. അമ്മ ഓരോ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ മേത്താണ് പരീക്ഷിക്കുക. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കൊരു അമ്മയുടെ സ്നേഹവും കരുതലും. എൻ്റെ അമ്മ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ അമ്മയെ കാണാനായിട്ടുള്ളൊരിത് കിട്ടിയിട്ടില്ല. അമ്മൂമ്മ കുട്ടിയായിരുന്നു ഞാൻ. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു അമ്മയുടെ സ്നേഹം കരുതൽ. ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോവുക, ഒരുമിച്ച് പരദൂഷണം പറയുക, ഒരുമിച്ച് അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോവുക. ഞാനിനി എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകാൻ വെച്ചാൽ പറയും ഞാനും വളർന്നാലും പരിചയപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. അങ്ങനെ ഒരു സൂപ്പർ അമ്മായിയമ്മയാണെന്ന് പറയുകയാണെങ്കിൽ, ഈ നിങ്ങൾ അമ്മായിയമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, അമ്മ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ അമ്മ ഭയങ്കര മോഡേൺ ആയിട്ടുള്ളൊരു അമ്മയാണ് കേട്ടോ. കല്യാണത്തിന് മുമ്പേ എന്നോട് പറഞ്ഞു, യു ആർ ഓൾസോ വെൽ ക്വാളിഫൈഡ്. നല്ല ഇതുണ്ട്. മോളുടെ ശമ്പളം അല്ലെങ്കിൽ മോളുടെ വരുമാനം എന്താ ഞാൻ ചോദിക്കുന്നില്ല. എൻ്റെ മകനും ഹസ്ബൻഡ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, നല്ല വരുമാനമുണ്ട്. ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി, ഞങ്ങളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോൾ അടുക്കളയിൽ കയറി പാചകമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു സെർവൻറ്റിനെ ഞാൻ തന്നെ റെഡിയാക്കി തരാം. അങ്ങനെ ഫിലോമിന ചേച്ചിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. എന്നോട് ആദ്യമേ അമ്മ പറഞ്ഞു, ഒന്നും ചായ പോലും സ്നേഹം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കരുത്. ഞാൻ ചായ കുടിക്കില്ല, കാപ്പിയും കുടിക്കില്ല. അമ്മ പറഞ്ഞാൽ മോളും ഉണ്ടാക്കണ്ട. മോളും 3-4 മണിക്കൂർ അടുക്കളയിൽ നിന്ന് 5 മിനിറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ല. വേറൊരു കാര്യം നിങ്ങൾ കേൾക്കണോ? എല്ലാവരും കേൾക്കുന്നവർക്ക് തന്നെ അത്ഭുതമായി പോകും. ഞങ്ങൾ മരുമക്കത്തായ മാട്രിലിനിയൽ സൊസൈറ്റിയാണ്. അപ്പോൾ നമുക്ക് പുടവ തരികയാണ് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ വലിയത്. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ ചേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് തൊഴുത് മേടിക്കണം എന്നൊക്കെ പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ തരുന്നതിനേക്കാളും വില കൂടിയ സാരി മോളുടെ കബേർഡിലുണ്ടായിരിക്കും. അവിടേക്ക് നമുക്കാണ് നമ്മളുടെ കുടുംബത്തിലെ സ്ഥാനം. ഇങ്ങനെ കൈ കാണിക്കുക, ഇരുന്നുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയോ തൊഴുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കൈ ഇങ്ങനെ കാണിക്കുക, ആ തരുന്ന സാരി മേടിച്ചത് ഇപ്പുറത്ത് നിൽക്കുന്ന അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പോൾ കല്യാണ സമയത്ത് അമ്മ പറഞ്ഞ പോലെ ചേട്ടൻ അവിടെ നിന്ന്, അമ്മയുടെ ചേട്ടൻ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മാവൻ എഴുന്നേൽക്കൂ തൊഴുകൂ മേടിക്കൂ എന്ന് പറയുമ്പോൾ അമ്മയും അമ്മയുടെ അനിയത്തി അവിടെ നിന്ന് അതായത് ഇരിക്കും എഴുന്നേൽക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് എൻ്റെ അമ്മയുടെ അടുത്ത്. ചിലപ്പോൾ അമ്മേൻ്റെ അടുത്ത് തലമുടി കുറച്ച് ഗ്രേ ആവുന്നുണ്ടല്ലോ പത്മജ മോളെ, നമുക്കൊന്ന് പോകണ്ടേ പാർലറിൽ? ഇപ്പോഴും അമ്മ ഇപ്പോഴും ഭയങ്കര സുന്ദരിയായിരുന്നു. നല്ല ഷീസ് ഗോയിങ് ടു ബി 90 സൂൺ. അപ്പോൾ നമ്മൾ ഒന്നുമില്ലെങ്കിൽ പാർലറിൽ നിന്ന് ആൾക്കാരും ഇങ്ങോട്ട് വിളിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകും. എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടം ചെയ്യും പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയാണെന്ന് പറയാം. അപ്പം ഞാൻ എൻ്റെ മോനോട് പറയും, 25 വയസ്സായിട്ടുള്ള മോൾക്ക് അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു മോളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മ ഒരു ലംബോഗിനി കാർ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യും. അപ്പം അമ്മ അമ്മ വാട്ട് യു മീൻ അമ്മ, അതൊരു സ്പോർട്സ് മോഡൽ 2-സീറ്റർ കാറാണ്, 2 പേർക്കേ പോകാൻ പറ്റും. എക്സാക്ട്ലി ഞാനും എൻ്റെ മോളും കൂടെ ആ കാറിൽ പോകും. നീ നിൻ്റെ ചക്കട സ്കൂട്ടറിൽ പുറകെ വന്നോ, ബിക്കോസ് ഷീ ഈസ് ഗോയിങ് ടു ബി മൈ ഡോട്ടർ.
ഒരു ഡോട്ടർ ഇൻ ലോ അല്ലെങ്കിൽ മരുമകൾ എന്ന ഒരു കോൺസെപ്റ്റ് എൻ്റെ തലയിലില്ല. എൻ്റെ മകളെയാണ് ഞാനൊരു ലംബോഗിനി കാറ് കൊടുത്ത് സ്വീകരിക്കാമെന്ന് വിചാരിക്കും. ലംബോഗിനിയുടെ വിലയൊന്നും എനിക്കറിയാം, ചുമ്മാ ഒരു ഓളത്തിന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പം മരുമകൾ അമ്മായിയമ്മ എന്നുള്ളത് നമ്മൾ ചിന്ത ചെയ്ത് മാറ്റണം. നമ്മളൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു മകനായിട്ട് അല്ലെങ്കിൽ ഒരു മകളായിട്ട് കയറി വരുന്ന ആളെ മകനായിട്ടോ അല്ലെങ്കിൽ മകളായിട്ടോ അവർ സ്വീകരിക്കുക. അതാണ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ കണ്ടിരിക്കുക. അല്ലാത്ത ധാരാളം കേസുണ്ട്. ആസ് എ സാമൂഹ്യ പ്രവർത്തക ഇഷ്ടം പോലെ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ആദ്യത്തെ റൗണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ അമ്മ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. പറവൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടി 18 വയസ്സേ ഉള്ളൂ. അമ്മ പറയാം ഭയങ്കര ബ്ലഡ് വേണം. ഹസ്ബൻഡ് മുന്നോട്ട് വന്നു ബ്ലഡ് കൊടുക്കാണ്ട്. അപ്പോൾ ഈ അമ്മായിയമ്മ അങ്ങനെ തന്നെ അവരെ പറയാം മോനെ വേണ്ട, അവൾ പോണെങ്കിൽ പോട്ടെ, നിൻ്റെ രക്തം എടുക്കുക. അപ്പോൾ ഒന്നും അറിയില്ലല്ലോ ആൾക്കാർ, രക്തം എടുക്കാൻ സമ്മതിക്കൂല. ഒരു കിളി പോലത്തെ ഒരു പെണ്ണിനെ കൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിക്കാം, അവൾ പോണെങ്കിൽ പോട്ടെ, നിൻ്റെ ബ്ലഡ് കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. അങ്ങനെയും ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട് ആ പെൺകുട്ടിയെ വേറൊരു സ്ത്രീ സ്വന്തം മകളാണെങ്കിൽ അങ്ങനെ വിചാരിക്കോ, മരിച്ചു പോകണമെങ്കിൽ മരിക്കട്ടെ എന്ന് വിചാരിക്കില്ലല്ലോ. അപ്പോൾ പെൺകുട്ടി മരുമകളായി കാണുന്നതുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം മകൻ്റെ ഒരു കുപ്പി ബ്ലഡ് എടുക്കുന്നതുകൊണ്ട് അവനെ തന്നെ നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച കേസുകളുണ്ട്. എൻ്റെ അമ്മ ഞാൻ ചെറുപ്പം പറഞ്ഞ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അത്. അവൾ പോകണമെങ്കിൽ പോട്ടെ, നിനക്ക് നല്ല ഒരു പെണ്ണിനെ കൊണ്ട്, കിളി പോലെ ഒരു പെണ്ണിനെ കൊണ്ട് അമ്മ കല്യാണം കഴിപ്പിക്കാമെന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അമ്മായിയമ്മയെ പറ്റി ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു മരുമക്കൾ അല്ലെ, അമ്മായിയമ്മ മരുമകൾ ആ സബ്ജക്റ്റിനെ പറ്റി. അമ്മയും മോളും ഓക്കെ, അതിനെ തന്നെ മാറ്റി അവരെ കണ്ടാൽ തന്നെ അറിയാലോ അമ്മയും മോളെ പോലെ ഇരിക്കുന്നത്. മുഖത്തിന് വരെ എന്ത് ചായ തോന്നുന്നു. അപ്പൊ നമ്മൾ ഇനി അടുത്ത അവരിലേക്ക് വരുവാണ്. അഷ്ന, ആദ്യമേ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് വിവാഹ ജീവിതം, അമ്മായിയമ്മയുടെ കൂടെയുള്ള ജീവിതം? കാരണം ഈ ഒരു സബ്ജക്ട് തന്നെ അമ്മായിയമ്മ എന്നാണ്. അപ്പം എനിക്ക് എന്തായാലും ആ ഒരു ടൈം യൂസ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാനത് നിർബന്ധിതയാകുന്നത്. അപ്പം എന്താണ് അതൊരു അനുഭവം? ആക്ച്വലി പത്മജ മാഡം പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. കാരണം അതൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ്. ഇപ്പം സമൂഹത്തിലെ ചില അലിഖിത നിയമങ്ങളുണ്ടല്ലോ, അതിൽ അമ്മായിയമ്മ ഇങ്ങനെ ആയിരിക്കണം, മരുമകൾ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള ഒരു പ്രീ കൺസീവ്ഡ് നോഷൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ചിന്തയിലായിരിക്കുമല്ലോ 19 വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ. പക്ഷേ ടു ബി വെരി ഓണസ്റ്റ് ആൻഡ് 19 ഇയേഴ്സ് ആയി കല്യാണം കഴിച്ചിട്ട്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയും നമുക്ക് ജീവിക്കാം എന്നുള്ള ഒരു ഉദാഹരണം തന്നെയാണ്, അതന്നെ എനിക്ക് പറയാനുള്ളൂ. ഇനി എൻ്റെ മദറിനെ നോക്കുകയാണെങ്കിൽ, എൻ്റെ മദറിൻ്റെ മദറിൻലോ ഉണ്ടല്ലോ, അവർ തമ്മിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അതേ ഒരു ഭാഗ്യം തന്നെ തിരിച്ചും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടികളായത്. അത് കഴിഞ്ഞ് ട്രിപ്ലെറ്റ്സ് ആയിരുന്നു, ആദ്യത്തെ ഡെലിവറിയിൽ ട്രിപ്ലെറ്റ്സ് ആയിരുന്നു. അപ്പോൾ അറിയാമല്ലോ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളായ ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ മദർ മരിച്ചു. മദർ ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്ത് വേറെ ആരെയല്ല എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത്, ഈ കയ്യിൽ ആണ് മോളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. വേണമെങ്കിൽ എത്ര ഹസ്ബൻഡുണ്ട്, ബാക്കി എത്ര പേരുണ്ട്, പക്ഷെ കൃത്യമായിട്ടും ഈ അമ്മയുടെ കൈകളിലേക്കാണ് എന്നെ ഏൽപ്പിച്ചിട്ട് എൻ്റെ ഉമ്മ പോയത്. സോ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പം എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു, 4 ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലെല്ലാം അത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് ഇന്നിവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അമ്മയുടെ സപ്പോർട്ടോട് കൂടി തന്നെയാണ്. അപ്പം നമ്മുടെ അമ്മായിയമ്മയിലേക്ക് വരുമ്പോൾ അല്ലേ, എന്താണ് ഇപ്പം മരുമകള് മുന്നിലിരുത്തി പറഞ്ഞിരിക്കുകയാണെന്നല്ല, അപ്രീസിയേഷൻ ഒക്കെ തന്നിരിക്കുകയാണ്. എന്താണ് ഈ ഒരു 19 വർഷത്തെ മരുമകളുടെ കൂടെയുള്ള ജീവിതത്തെ പറ്റി? അങ്ങനെ ഒരു മരുമകൾ എന്നുള്ള ഒരു തോന്നൽ ഇന്നേവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് 2 ആൺകുട്ടികളാണ്, മൂത്തതും ഒരു മോളുണ്ട്, രണ്ടാമത്തെ മോളാണിത്. എനിക്ക് ഇന്നേ വരെ മരുമകൾ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡേ എന്നിലില്ല. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ടാകണ്ടേ? എനിക്ക് മരുമക്കൾ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡേ ഇല്ല. ഞാൻ ഇന്നും മൂത്താളെയും മോളെന്നാ വിളിക്കുക, രണ്ടാമത്തെ ആളെയും ആഷ്നാന്ന് ഞാൻ ആരോടും പറയാറില്ല, മോളെന്നേ പറയാറുള്ളൂ. അപ്പം എങ്ങനെയാണ് അവർ റെക്കഗ്നൈസ് ചെയ്യുന്നത്? ആദ്യത്തെ മോള്, രണ്ടാമത്തെ മോള്, മോള്, അത് മാത്രമല്ല. അപ്പൊ 4 മക്കളായി. അപ്പം മരുമകളുമായിട്ടുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അത് ഞങ്ങൾക്ക് ഇപ്പൊ വിസിബിൾ ആണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നിരിക്കുമ്പോ തന്നെ നമ്മൾക്കത് വിസിബിൾ ആണ്. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ടീച്ചറായിരുന്നു അല്ലേ? എത്ര വർഷത്തെ ഒരു അധ്യാപന ജീവിതം? 34 വർഷം. സ്വന്തം അമ്മായിയമ്മ ഈ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ നമ്മളെന്ന് പറയുമ്പോൾ അത് ജനറേഷൻ ഗ്യാപ്പാണ്.
അവരാണെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്ത, പ്രത്യേകിച്ച് ഞങ്ങളുടെ സമുദായം. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസമില്ല, കൾച്ചർ കുറവാണ്, അവർ ബിസിനസ് ഫാമിലിയാണ്, പിന്നെ കുറേ മക്കളാണ്. അപ്പോൾ അവർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയിൽ പേരൻസിനില്ല. അപ്പോൾ അതിൻ്റേതായ അവരുടെ സിറ്റുവേഷനും അതാണ്. അപ്പോൾ ആ സിറ്റുവേഷൻ്റെ സമ്മർദ്ദം മൂലം അവരിൽ ചില അപാകതകൾ ഉണ്ടായിട്ടോ അത് നമുക്കൊരു ജീവിത പാഠമായി മാറി. അത് ഒരുപാട് വേദനിപ്പിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ? അതൊക്കെ ഉണ്ടാവും, അങ്ങനെയല്ലേ ഒരു അമ്മായിയമ്മ ആവുള്ളൂ. ഇപ്പം അമ്മ പറഞ്ഞതുപോലെ വേദനിപ്പിച്ചാലാണ് ഒരു അമ്മായിയമ്മ ആകുള്ളല്ലോ എന്നൊരു ഡയലോഗ് ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ തിരിച്ചും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് വേദനിപ്പിച്ചാലാണ് ഒരു അമ്മായിയമ്മ ആകുള്ളൂ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഊന്നി പറയാനുള്ള കാരണം? കാരണം അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. എല്ലാ കുടുംബങ്ങളിലും ഇതുണ്ട്, ഇല്ലാത്ത കുടുംബങ്ങൾ വളരെ റയർ. അതെ. അപ്പൊ ഇങ്ങനൊരു സാഹചര്യം ഇന്നും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ അന്നും ഇന്നും എന്ന് പറയുന്ന ഒരു ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങളുടെ ജനറേഷനിൽ വളരെ റയറാണ്. അന്ന് കൂടുതലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ഈ ജനറേഷനിൽ വളരെ കുറവാണ് അമ്മായിയമ്മ മരുമകൾ. പണ്ടതല്ല, മരുമകൾ അമ്മായിയമ്മ എന്നുള്ളത് ഒരു സ്ഥാനമാണ് അമ്മായിയമ്മയ്ക്ക്. ഇന്ന് അമ്മായിയമ്മയ്ക്ക് സ്ഥാനമില്ല, ഇന്ന് അമ്മയും മക്കളുമാണ്. എന്നാലും ഇതൊരു സബ്ജക്റ്റായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് ഇത് കണ്ടുവരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിനെപ്പറ്റി ഇതിപ്പോ പല പല അഭിപ്രായങ്ങളുണ്ട്. ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു കുടുംബത്തെയാണ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പത്മജ മാം പറഞ്ഞതും ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. എന്നാലും പല ഉണ്ട്. അപ്പം ഒരുപാട് വിവിധങ്ങളായ കുടുംബങ്ങളെയും വ്യക്തികളെയും കാണുന്ന ഒരു മനഃശാസ്ത്ര വിദഗ്ധ എന്നുള്ള രീതിയിൽ നമുക്ക് മാമിനോട് തന്നെ ചോദിക്കാം, ഡോക്ടർ അശ്വതിയോട് തന്നെ ചോദിക്കാം. ഇവിടെ ഇപ്പം അമ്മ പറഞ്ഞതിൽ നിന്ന് ആരംഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് സമൂഹം ചാർത്തി കൊടുക്കുന്ന ഒരു സ്ഥാനം, ഒരു അമ്മായിയമ്മ ഇങ്ങനെ ആയിരിക്കണം. അതായത് നമ്മളൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പം മാറ്റങ്ങളുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഒരു പെൺകുട്ടി അവരായി അക്സെപ്റ്റ് ചെയ്യാതെ ഇതെൻ്റെ മരുമകളാണ്, അതായത് ഡോട്ടർ ഇൻ ലോ ആണല്ലോ, ലീഗലി ഇവരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ഞാൻ ഇൻ ലോ പറയുന്ന അനുസരിച്ച് ഷീ ഈസ് ലീഗലി ആൻഡ് ഹയർ ടു മൈ സൺ എവറിത്തിങ്. സോ ഇറ്റ് സ്റ്റാർട്ടഡ് ചേഞ്ചിങ്. അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്ന് പറയുന്നത് അവിടെ ആരംഭിക്കുകയാണ്. എത്രയും നാൾ എൻ്റെ മകനായിരുന്നു, ഞാൻ അവനെ വളർത്തി, ഞാൻ അവനെ സ്കൂളിലേക്ക് അയച്ചു, ഞാൻ അവൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും അവൻ്റെ ഇമോഷണൽ സൈഡിലും എല്ലാം ഞാനായിരുന്നു ഇത്രയും നാളൊരു സ്ട്രോങ് പില്ലർ. പെട്ടെന്ന് അവിടെ ഒരു ചേഞ്ച് വരുന്നു. അവൻ്റെ ആവശ്യങ്ങൾക്ക് അവനൊരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, അവൻ അവിടെ നിന്ന് വേറൊരു എൻറ്റിറ്റിയിലേക്ക് മാറുന്നു. അവനൊരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുമ്പം എഗെയിൻ അവൻ്റെ പ്രയോറിറ്റീസ് മാറി, അവൻ്റെ ഫാമിലി വരുന്നു, അവൻ്റെ കുട്ടികൾ വരുന്നു, അവൻ അമ്മയോട് സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറയുന്നു. അപ്പോൾ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം, ഈ സ്ഥാനം, ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. പലവിധ ഫാമിലി കൗൺസിലിങ്ങിനായിട്ട് ആളുകൾ വരുമല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ കൺസേൺ എന്ന് പറയുന്നത് മാറി താമസിക്കണം, പ്രശ്നം തീർന്നു. അതായത് ഇവിടെ ആരംഭിക്കുന്ന ആ ഒരു ട്രബിൾ എന്ന് പറയുന്നതിനെ മാറി താമസിക്കുക എന്നൊരു സൊല്യൂഷനാണ് പലരും സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നം കഴിഞ്ഞു. ഇത് വളരെ തമാശയായിട്ടൊരു കാര്യം, ഇപ്പം നമ്മളെല്ലാം പോസിറ്റീവ് അമ്മായിയമ്മ മരുമകൾ റിലേഷൻഷിപ്പാണ് ചർച്ച ചെയ്യുന്നത്. ഒരു പുലി വരെയാണ്, നിങ്ങളുടെ അമ്മായിയമ്മയും വൈഫും അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയും ഭാര്യയും നിൽപ്പുണ്ട്, നിങ്ങൾ ആരെ രക്ഷിക്കും? ഇതിൻ്റെ ഉത്തരം വളരെ രസകരമാണ്, ഞാൻ ആദ്യം ആ പുലിയെ രക്ഷിക്കും. അത്രയും ടോക്സിസിറ്റി നമ്മൾ ഈ പറഞ്ഞ വളരെ പവിത്രമായിട്ടുള്ളൊരു ബന്ധമാണ്. ഒരു പെണ്ണിനെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫാമിലിയിലേക്ക് അക്സെപ്റ്റ് ചെയ്താൽ ഒരു പരിധി വരെ ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടും. പക്ഷേ അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയി ഒരു പെണ്ണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അവൾ എൻ്റെ മകൻ്റെ ഭാര്യയാണ്, വേറൊരു എൻറ്റിറ്റിയിലേക്കാണ് നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും അവർക്ക് ഒരു പോസിറ്റീവ് ഈ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എനിക്കൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെയാണ് കിട്ടുന്നത്, എനിക്കൊരു ഫ്രണ്ടിനെയാണ് കിട്ടുന്നത്, ഒരു മകളെന്ന രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്താൽ ഒരു പരിധിവരെ പ്രശ്നം പരിഹരിക്കപ്പെടാം. പക്ഷെ അതിലൊരു ടോക്സിക് എൻവയോൺമെൻറ്റ് കൊണ്ടുവരുമ്പോൾ ഒരു അമ്മായിയമ്മ ഇങ്ങനെ ആയിരിക്കണം, ഞാൻ സ്ട്രിക്റ്റ് ആയിരിക്കണം. അപ്പോൾ അന്നും ഇന്നും എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ അമ്മ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ, കൾച്ചറൽ ഡിഫറൻസ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. പക്ഷേ പല ഫാമിലിയിലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ കാണുമ്പോൾ ഒരു ടോക്സിസിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ടോക്സിസിറ്റി എന്ന് പറയുന്നത് മാറി താമസിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാറി താമസിച്ചു കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആയോ? ഒരിക്കലും ആ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടുന്നില്ല. ഒരു സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ വളരെ ഓപ്പൺ ഒരു കോൺവെർസേഷനിൽ അവർ ഏർപ്പെടുക. അവർക്ക് എന്താണ് ടോക്സിസിറ്റി വരുന്നത്, പലരും ഇപ്പോൾ ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ട്. ഫാമിലി കൗൺസിലിംഗ് പോലെ തന്നെ നമുക്ക് അമ്മായിയമ്മയും മരുമകളുമായി ഇരുന്ന് ചർച്ച ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ അതിനൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കൊടുക്കാൻ ഇനിയത്തെ സമൂഹമെങ്കിലും ശ്രമിക്കേണ്ടതാണ്. ഇതൊരു ഇപ്പം അമ്മ പറഞ്ഞതുപോലെ ഈ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം ഇതൊരു കാരണമാകുന്നുണ്ടോ?
ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. കാരണം നേരത്തെ പറഞ്ഞ സ്ഥാനം ചാർത്തലുകളാണല്ലോ അവിടെ സംഭവിക്കുന്നത്. അതായത് ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വരുന്നു, ഇനി അവളാണ് ഇവിടുത്തെ ഗൃഹനാഥ, അവളിലേക്കാണ് ഈ താക്കോൽ കൂട്ടം ഞാൻ ഏൽപ്പിക്കുന്നത്. ഇനി അവളാകട്ടെ ഈ വീടിൻ്റെ പാചകവും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതും എല്ലാം അവളുടെ തലയിൽ കൂടി പോട്ടെ, ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. അപ്പോൾ ആദ്യത്തെ വ്യവസ്ഥ മാറുന്നില്ലല്ലോ. ആ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഇനി അവൾ പണിയെടുക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. കാരണം നേരത്തെ പറഞ്ഞ സ്ഥാനം ചാർത്തലുകളാണല്ലോ അവിടെ സംഭവിക്കുന്നത്. അതായത് ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വരുന്നു, ഇനി അവളാണ് ഇവിടുത്തെ ഗൃഹനാഥ, അവളിലേക്കാണ് ഈ താക്കോൽ കൂട്ടം ഞാൻ ഏൽപ്പിക്കുന്നത്. ഇനി അവളാകട്ടെ ഈ വീടിൻ്റെ പാചകവും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതും എല്ലാം അവളുടെ തലയിൽ കൂടി പോട്ടെ, ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. അപ്പോൾ ആദ്യത്തെ വ്യവസ്ഥ മാറുന്നില്ലല്ലോ. ആ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഇനി അവൾ പണിയെടുക്കട്ടെ. അപ്പോൾ ഇപ്പോൾ എന്ത് പറ്റി? എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പോൾ അമ്മ വർക്ക് ചെയ്യുമായിരുന്നു, അപ്പോൾ അമ്മയ്ക്ക് അറിയാം വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഒരു പെൺകുട്ടി ഇത്രയും നാൾ പഠിച്ചു, ജോലി ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്. തീർച്ചയായും എഡ്യൂക്കേഷൻ വളരെ ഒരു ഡിഫറൻസ് അതിൽ വരുത്തുന്നുണ്ട്. ഡോക്ടർ അഷ്ന ഇപ്പം 4 മക്കളുടെ അമ്മയാണ്, അതുപോലെ തന്നെ 4 സംരംഭങ്ങളുടെയും അല്ലേ നെടുന്തൂണായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീത്വമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ആകെ മൊത്തം 8 സംരംഭങ്ങൾ അല്ലേ? ഓക്കെ. അപ്പം ഈ ഒരു കാര്യത്തിലോട്ട് നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് പോകുമ്പോൾ ഈ മക്കളെ നോക്കുന്ന കാര്യമൊക്കെ അമ്മായിയമ്മ ഒരു ഹെൽപ്പ് സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പം അതെങ്ങനെയാണ്? അതുകൊണ്ട് മാത്രമാണോ ഈ ബന്ധം കൂടുതൽ ഊഷ്മളമായത്? അതുകൊണ്ട് മാത്രം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നത്. അത് കുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പാണെങ്കിലും അതിന് ശേഷമാണെങ്കിലും അങ്ങനെ അതുകൊണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി ആ ഒരു ബോണ്ട് ബിൽഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ആ ബോണ്ട് അവിടെ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു കാലത്തും ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം ഒരിക്കലും അത് പ്രാവർത്തികമാവില്ല. പക്ഷേ ഇപ്പം നമ്മുടെ ഒരു സമൂഹത്തിൽ നോക്കുകയാണെങ്കിലും മജോറിറ്റി ഇപ്പം അഷ്നയാണെങ്കിൽ നാട്ടിലാണ്, പക്ഷെ എല്ലാ ആൾക്കാരും കൂടുതലും എബ്രോഡ് സെറ്റിൽ ആയിട്ടുള്ള ഫാമിലീസാണ്. അപ്പം മക്കൾ ജനിക്കുമ്പോഴൊക്കെ അമ്മയുടെ അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ ഒരു ഹെൽപ്പ്, കൂടുതൽ അമ്മായിയമ്മയുടെ ഒരു ഹെൽപ്പ് ആ മക്കളെ വളർത്തിയെടുക്കാനായിട്ട് വേണം. അപ്പം അതുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകളും അമ്മായിയമ്മയെ പിണക്കാതെ നിർത്തുന്നത് എന്നൊരു ചൊല്ലും ഒരു ഇതുണ്ട്. എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. ഡോക്ടർ, അങ്ങനെ ഒരു എപ്പോഴും ആ സാഹചര്യം നിലനിൽക്കുന്നില്ല. ഒരു പരിധി വരെ അമ്മയായാലും അമ്മായിയമ്മയായാലും കുട്ടികളായി കഴിയുമ്പോഴും നമുക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ചില സിറ്റുവേഷൻസിൽ അത് അമ്മായിയമ്മയാവാം. അവിടെ അമ്മായിയമ്മയുടെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മായിയമ്മ കോപ്പറേറ്റീവ് ആണെങ്കിൽ മാത്രമല്ലേ ആ ബോണ്ട് ഉണ്ടാവും. ഇപ്പോൾ എവിടേക്കാണെങ്കിലും അമ്മായിയമ്മയെ നമുക്ക് കൊണ്ടുപോകാൻ ഒരു മനസ്സുണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ കാണുന്ന പല സിറ്റുവേഷൻസിലും സ്ത്രീ തന്നെ സ്ത്രീയുടെ ശത്രു ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന സ്ത്രീധന പീഡനങ്ങളായാലും ഈ വാർത്തകളൊന്നും നമ്മുടെ നാടിന് അന്യമല്ല. നമ്മൾ വളരെയധികം എല്ലാ ദിവസവും നമ്മൾ ന്യൂസ് പേപ്പറിൽ വൺ ഓർ ദ അതർ ന്യൂസ് വി ആർ ഗോയിങ് ത്രൂ ഇറ്റ്. അപ്പോൾ സ്ത്രീ തന്നെ സ്ത്രീയുടെ ശത്രുവാകുന്ന അവസ്ഥയുമുണ്ട്. എസ്പെഷ്യലി ആ ബോണ്ടാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു സ്ത്രീയും വേറൊരു സ്ത്രീയും തമ്മിലുള്ള ഒരു കണക്ഷൻ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫാദർ ഇൻ ലോയും സൺ ഇൻ ലോയും തമ്മിൽ ചർച്ച ചെയ്യാത്തത്? ദേ ഹാവ് എ ബോണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. നമ്മൾ OP സിറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ദേ ഹാവ് എ ബോണ്ട്. ദേ ട്രൈ ടു സോൾവ് ദിസ് ഇഷ്യൂ. അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാതിരിക്കാനും അവർ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ എസ്പെഷ്യലി ദ മെയിൻ കൺസേൺ ഇസ് ഒരു 2 മനുഷ്യ ജീവികൾ തമ്മിലുള്ള ഒരു ബോണ്ടാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതെ, അവർ എങ്ങനെയാണ് കോൺവെർസേഷനിൽ അവർ ഓപ്പൺ ആവുന്നത്. അല്ലാണ്ട് അത് കുട്ടികളുണ്ടായെന്ന് പറഞ്ഞിട്ടോ അമ്മായിയമ്മയുടെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും വർക്കിംഗ് ലേഡിയാണ്. അപ്പോൾ എനിക്കൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നാൽ എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം കിട്ടുക എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. നമുക്കൊരു വീട്ടിലൊരു മെയ്ഡുണ്ട്, അവർ സ്ത്രീയാണ്. അവരെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് അവരോട് നമുക്ക് ഇടപെടാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മളെ കുട്ടികളെ മര്യാദയ്ക്ക് നോക്കൂ, ഈ കൺസേൺസ് എല്ലാം ഉണ്ട്. പക്ഷേ അമ്മായിമ്മയെന്ന് പറയുമ്പോൾ അവരുടെ മകൻ്റെ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകാതെ നോക്കാനേ അവർ ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പം വി ആർ മോർ കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. ആ സെയിം സെറ്റിംഗ് അല്ലെങ്കിൽ ആ കോപ്പറേഷൻ അമ്മായിമ്മയുടെ അടുത്ത് നിന്ന് ഉണ്ടായാൽ പ്രശ്നം സോൾവ് ആവും. അതുപോലെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഒന്ന് ചേർത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം എന്താ പറയുക, നമ്മളിപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പം എത്രമാത്രം ഈ അമ്മായിയമ്മ മരുമകൾ തമ്മിലുള്ള ബോണ്ടിങ് നമ്മൾ സെറ്റാക്കാൻ നോക്കുമ്പോഴും ഈ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ ചിലപ്പം ഈ പണ്ടത്തെ കാലത്ത് ഡയറക്റ്റായിട്ട് പരദൂഷണം
പറയുന്ന ആളുകൾ ഉണ്ടായിരുന്ന കാലമാണ് പണ്ടൊക്കെ. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടൊരു പരദൂഷണമല്ല, ഇൻഡയറക്ട്ലി ഒരു ചെറിയ പോയിസൺ ഇട്ട് കൊടുക്കുക. ഒരു റീൽസ് ഷെയർ ചെയ്തുകൊണ്ട് വരെ നമുക്ക് പരദൂഷണം പറയാം. അതെ അതെ, മെന്റലി അവരെ ഇങ്ങനെ കുറച്ച് കൺഫ്യൂസ് ചെയ്യിക്കുക. മരുമക്കൾ അങ്ങനെയാണ്, മരുമക്കൾ ഇങ്ങനെ ആകാം, ചിലപ്പോൾ ഇത് പ്രശ്നമായേക്കാം, ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ ഒരുപാട് ഫാമിലീസ് നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. അത് പിന്നീട് ഇവരുടെ ബന്ധത്തെ ബാധിക്കാനുള്ള സിറ്റുവേഷൻസ്. അപ്പോൾ ഇതൊക്കെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ഒരു പരിധി വരെ പറ്റുള്ളൂ. അത് പറ്റാതെ വന്ന് ചില കുടുംബങ്ങളിൽ ഈ കാലഘട്ടത്തിൽ കൂടുതൽ ഡിവോഴ്സും ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറയാനുള്ളത്? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളുടെ സീരിയലുകൾ ഒരു പരിധി വരെ നമ്മൾ ഈ സ്ത്രീകൾ മുഴുവൻ വൈകുന്നേരം അവിടെയാണ്. എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, നമ്മുടെ വീട്ടിൽ അമ്മ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇങ്ങനെ അടിക്കുന്നില്ലല്ലോ, കുഞ്ഞായിരുന്നു, അച്ഛൻ അമ്മ ഇങ്ങനെ അടിക്കുന്നില്ലല്ലോ. സീരിയലുകളിൽ ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും ടപ്പർമാരെങ്കിൽ ഇവിടെ തന്നെ ആട്ടോ, ഇവിടെയും കൂടെ അല്ല, സീരിയലുകൾ കുറേ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അമ്മായിയമ്മ എന്ന് പറയുകയാണെങ്കിൽ മരുമകളോട് ദുഷ്ടതയോടെ പെരുമാറാൻ പാടുള്ളൂ. അമ്മായിയച്ഛൻ എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും ക്രൂരനായിരിക്കണം. ഭർത്താവിനെ തീർച്ചയായിട്ടും അവിഹിത ബന്ധം ഉണ്ടാവണം. ഭാര്യയ്ക്ക് ഒരു ഫോണിൽ കൂടെയെങ്കിലും ഒരു ബന്ധം വേണം. അങ്ങനെയുള്ള ഒരു വൈകുന്നേരം ഒരു 6:30 മണി മുതൽ 10 മണി വരെ പ്രത്യേകിച്ചും ജോലിയില്ലാത്ത സ്ത്രീകൾ TV-യുടെ മുമ്പിൽ തന്നെയാണ്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നേരത്തെ ഡോക്ടർ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മകനും അമ്മായി അച്ഛനും തമ്മിൽ പ്രശ്നമില്ല. മകൻ്റെ വീട്ടിലേക്കാണ് ഈ കുട്ടി വരുന്നത്. ഈ കുട്ടി 24 മണിക്കൂറും 365 ദിവസവും ഈ പെൺകുട്ടി അവിടെയാണ് താമസിക്കുന്നത്. വല്ലപ്പോഴും വിരുന്നിനോ എന്തിനെങ്കിലും ആയിരിക്കും ഈ ഭർത്താവ്, ഈ ചെറുപ്പക്കാരൻ ഭാര്യയുടെ വീട്ടിലേക്ക് പോകുന്നത്. ഈ അമ്മയെ സംബന്ധിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ കാര്യം, പത്മജ തനിക്ക് 2 ആൺകുട്ടികളാണ് കേട്ടോ, എനിക്ക് ആദ്യത്തെ ദിവസം ഷോക്കായി പോയിടും, ഞാൻ തന്നോട് ഇപ്പോൾ വിളിച്ചു പറയാം, എൻ്റെ മക്കൾക്ക് കല്യാണപ്രായമൊന്നും ആയിട്ടില്ല. അങ്ങനെ ദിവസവും രാവിലെ, അമ്മേ എൻ്റെ ചായ എവിടെ, എൻ്റെ ഷർട്ട് എവിടെ, വെരി റിച്ച് പീപ്പിൾ, എൻ്റെ അതെവിടെ, കാറിൻ്റെ കീ എവിടെ എന്നൊക്കെ ചോദിച്ചിരുന്ന മകൻ രാവിലെ ഇറങ്ങി വന്നിട്ട് ഭാര്യയെടുത്ത് എൻ്റെ കാറിൻ്റെ കീ എവിടെ, എൻ്റെ ഷർട്ട് എവിടെ, അതിന് ഞാൻ ഒരു നിമിഷം എൻ്റെ ഹൃദയം നിന്ന് പോകണം. ഷീസ് എ വിഡോ ഓൾസോ, ഹൃദയം നിന്ന് പോണ പോലെ തോന്നി. ഇങ്ങനെ ദൈവമേ ഞാനിനി ആരോട് ഇതാക്കും, ഹസ്ബൻഡും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ബൈബിള് പിടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു നല്ല ഐഡിയ ഉണ്ട്, അവളെ എൻ്റെ മകളാക്കും. ഞാൻ എൻ്റെ മകനെ വിട്ടു, അവളുടെ പുറകെ മോൾക്കത് വേണം, മോൾക്ക് ഇത് വേണം, മോൾക്ക് ഇത് വേണം, അങ്ങനെ ചോദിച്ചിട്ട് അവളുടെ പുറകെ നടന്ന് ഞാൻ മകളാക്കി. അപ്പം എൻ്റെ ആ ഒരു അനാഥാവസ്ഥ പോയി. മകൻ അവളുടെ പുറകെ നടന്നോട്ടെ, പക്ഷെ എനിക്കൊരു മകളെ കിട്ടി. അവരുടെ ഫ്രണ്ട്സ് വരുമ്പോൾ ഞാൻ അവനെ വിളിച്ചില്ലെങ്കിൽ താഴത്തേക്ക് വരില്ല. അവർക്ക് കഴിക്കാനിരിക്കുമ്പോൾ അവർക്ക് അവരുടേതായ സ്വകാര്യത ഞാൻ കൊടുക്കും. സിനിമയ്ക്ക് പോകുമ്പോൾ ഞാൻ ചാടിക്കറി ഞാൻ കൂടെ വരുന്നു എന്ന് പറയില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു വിധവ കൂടി ആയിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെയും അവരെന്നെ വിളിച്ചു പറയുന്നു, യു മെൻ്റലി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഇപ്പോൾ താൻ തൻ്റെ മക്കളാണോ എൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ താൻ ഒന്നുമല്ലാണ്ടായി തീരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ മെൻ്റലി പ്രിപ്പയർഡ് ആകുക. ആ 2 ആൺമക്കൾ തനിക്ക് പോയി, അതിന് പകരം 2 പെൺമക്കളെ താൻ സ്വന്തമാക്കാനാക്കാതെ തൻ്റെ ജീവിതവും സുഖമായിട്ടിരിക്കും, മക്കളുടെ ജീവിതവും സുഖമായിട്ടിരിക്കും, ആ പെൺകുട്ടികളുടെ ജീവിതവും സുഖമായിട്ടിരിക്കും. പക്ഷെ എല്ലാവരും ഇങ്ങനെ വില്ലിങ് അല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതെ, അതായത് ഒരു അമ്മ, ഒരു സ്ത്രീ ഒരു അമ്മയായി അവരൊരു 10-14 വർഷം ഒരു മകനെയോ അല്ലെങ്കിൽ മകളെയോ വളർത്തി അവർ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം. അതായത് കിളി ഒരു കാലത്ത് പറന്നു പോകുക തന്നെ ചെയ്യും. കൂട്ടിന്ന് കിളി പറന്നു പോകുമ്പോൾ തുടങ്ങി ആ അമ്മ ഒരു ഏകാന്തതയിലൂടെ കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ പണ്ടത്തെ സാഹചര്യത്തിൽ അമ്മ വീട്ടുജോലിയായിരിക്കും ചെയ്യുന്നത്. ഇതിപ്പോ ആക്ച്വലി ഹസ്ബൻഡ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അമ്മ അതിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ചിലപ്പോൾ പുറത്ത് ജോലിക്ക് പോകുന്ന വ്യക്തിയായിരിക്കാം, അച്ഛനെ ഇത് അധികം ബാധിക്കുന്നില്ല, അമ്മ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ആ അമ്മ ജോലി ചെയ്യുന്നില്ലെങ്കിൽ ഏകാന്തത വർദ്ധിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന ഒരു അമ്മ പെട്ടെന്ന് ഒരു എംപ്റ്റിനെസ് സിൻഡ്രോംസിലേക്ക് വന്നു. കൂടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്കൊരു വിഡോ അല്ലെങ്കിൽ ഒരു ലൈക്ക് അവരുടെ ഹസ്ബൻഡ് നേരത്തെ പോയെന്ന് തന്നെ ഇരിക്കട്ടെ, വീണ്ടും സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിലുള്ളൊരു ഫാമിലി സിസ്റ്റം പ്രശ്നമായി. അവർ വീണ്ടും ഈ മക്കളെ കരുതിയാണ് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. പെട്ടെന്നൊരു ദിവസം സാഹചര്യത്തിലൊരു വ്യത്യാസം വരുന്നു. ഇത് ഏറ്റവും ആദ്യം അക്സെപ്റ്റ് ചെയ്യേണ്ടത് അമ്മ തന്നെയാണ്. അതായത് എൻ്റെ മകൻ ഒരു വ്യക്തിയായി മാറി. ഈ പ്രായത്തിൽ ഇനി അവരെ ഞാൻ എങ്ങനെ തിരുത്താനാ? ഇതാണ് പലരുടെയും ഭാഷ്യം. ഈ പ്രായത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അമ്മയോട് ഞാൻ എന്ത് പറയാനാ? അതുപോലെ പലരും ഒരു ലിസണർ ആവാൻ പോലും തയ്യാറല്ല. അതും ഫ്രിക്ഷൻ കൂട്ടുകയല്ലേ ചെയ്യുള്ളൂ. ഇപ്പം നിങ്ങളുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞ സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ ഞാനത് കേൾക്കാം, അങ്ങനെ പോലും വില്ലിങ്നെസ് അല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നെഗറ്റിവിറ്റി ഉണ്ട്, ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. അപ്പോൾ ഈ വിഷയത്തിനും
പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മൾ വിവിധതരം കഥകൾ കാണുന്നു, നമ്മൾ സമൂഹവുമായിട്ട് അടുത്ത് ജീവിക്കുമ്പോൾ ചില സിറ്റുവേഷൻസ് ഒക്കെ ഡിസോൾവ് ആയി പോകുമെന്ന് മാത്രം. അതെ. അതുപോലെ തന്നെ ഇപ്പം ഡോക്ടർ അഷ്നയിലോട്ട് വരുവാണെങ്കിൽ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഒരു വൈഫായിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ സ്വന്തം മകന് ഇപ്പോൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഒരു ഉപാധിയായിട്ട് മരുമകളെ കാണുന്ന ഒരു പ്രവണത പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഒരു മരുമകളെന്ന് അക്സെപ്റ്റഡ് ആണ്, ജോലിക്ക് പോകാൻ അക്സെപ്റ്റഡ് ആണ്, എല്ലാം അക്സെപ്റ്റഡ് ആണെന്ന് പറയുമ്പോഴും മകന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ഉപാധി, ആ ഒരു കണ്ടന്റ് അതിന് എത്രത്തോളം അതിനോട് അഭിപ്രായത്തോടെ എത്രമാത്രം വിയോജിക്കുന്നു? അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ ഒരു സാഹചര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ എൻ്റെ ലേറ്റ് PG ആയിരുന്നു. ഇപ്പോഴും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്കിങ് ഒരുപാട്, കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് ഒരുപാട് ബാക്കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും പലവിധ സാഹചര്യങ്ങളായിരിക്കാം. അങ്ങനത്തെ സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉള്ള സാഹചര്യം ഉള്ള ആൾക്കാരും ഉണ്ടാകാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ ലൈക്ക് 2 വീട്ടുകാരും എൻ്റെ PG എല്ലാം പഠിക്കുന്ന സമയത്ത് 2 വീട്ടുകാരും ഒരുപോലെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് തന്നെയാണ് അടുത്തൊരു ലെവലിലേക്ക് പോയിട്ടുള്ളത്. അപ്പം ഏതെങ്കിലും ഇപ്പം പറയില്ലേ, 2 പേർക്ക് ജോലി ഉണ്ടെങ്കിലേ നമുക്ക് ഒരുമിച്ച് നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് അതിന് വേണ്ടി മാത്രം ചിലരങ്ങനെ കാണുന്നവരുണ്ട്. ജോലി എന്ന് ഉദ്ദേശിച്ച് ഭാര്യയുടെ ജോലി എന്ന് പറയുന്ന ഭർത്താവിന് സപ്പോർട്ടായിട്ട് കാണുന്നുണ്ട്. ഈ കുടുംബം ഇപ്പോൾ അഷ്നയുടെ കാര്യത്തിൽ അങ്ങനെ കണ്ടിരുന്നതായി എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? തുടക്കത്തിലായാലും തോന്നിയിട്ടില്ല. പക്ഷെ ഇനി പേഴ്സണലി പറയുകയാണെങ്കിൽ ലൈക്ക് ഒരു ഫാമിലി കൊണ്ടുപോകണമെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ 2 പേരും അധ്വാനിച്ചാൽ തന്നെ, നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകുന്നത് ലൈക്ക് ഒരു മണി മേക്കിങ്ങിന് വേണ്ടി മാത്രമാണോ? അല്ല. നമ്മളുടെ ഒരുപാട് എന്താ പറയുക, എപ്പോഴും നമ്മളെ ചിയർഫുള്ളാക്കി പോസിറ്റീവാക്കി കൊണ്ടുകൊടുക്കുന്ന ഒരു ഘടകം കൂടിയാണ്. നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും കൂടെ നമ്മുടെ ജോലി വളരെയധികം സഹായിക്കും. അതായത് ആ ഒരു ഘടകത്തെ അമ്മായിയമ്മ സപ്പോർട്ട് ചെയ്തിരുന്നതായിട്ട് സ്വന്തം ജീവിതത്തിൽ അനുഭവത്തിൽ അങ്ങനെ തന്നെയാണോ തോന്നുന്നത്? ജോലിക്ക് പോകണോ അല്ലെങ്കിൽ കഞ്ഞി തരില്ല എന്ന് തന്നെയാണ് എൻ്റെ അമ്മ ഇപ്പോഴും പറയാറുള്ളത്. ആങ്കറിന്റെ അനുഭവത്തോടൊരു കാര്യം ചേച്ചിയോട് ചോദിച്ചോട്ടെ. ചേച്ചി 2 പെൺകുട്ടികളുണ്ട് പറഞ്ഞല്ലോ, അതായത് ഡോക്ടറും ഒരു മൂത്ത മരുമകളും. ഇപ്പോൾ സ്വന്തം മക്കളെ നമ്മൾ ഒരേപോലെ കാണും, 2 പേരും ഒരുപോലെ. എനിക്ക് 2 ആൺകുട്ടികൾ, ഒരു വ്യത്യാസമില്ല. പക്ഷെ അവർ ആകൃതിയിലും പ്രകൃതിയിലും സ്വഭാവത്തിലൊക്കെ വ്യത്യസ്തമാണ്, പക്ഷെ ഒരേ സ്നേഹമാണ് കൊടുക്കുന്നത്. അപ്പോൾ 2 പെൺകുട്ടികൾ 2 വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്നിരിക്കുന്നു, വ്യത്യസ്തമായ എഡ്യൂക്കേഷനാണ്, വ്യത്യസ്ത കാലഘട്ടത്തിൽ ചേച്ചിയുടെ ജീവിതത്തിലേക്ക് വന്നു. ചേച്ചിക്ക് അവരെ ഒരേപോലെ കാണാൻ പറ്റുന്നുണ്ട്, സത്യം പറയണം. അതെ, ഒരേപോലെ തന്നെ കാണാം. നമുക്കെന്താണ്, മക്കളെ വേർതിരിക്കുന്നില്ലല്ലോ നമ്മൾ. നമുക്ക് 2 ആൺകുട്ടികൾ, അവരെ നമ്മൾ വേർതിരിച്ച് കാണുന്നോ? ഇല്ല. അവർക്ക് കൊണ്ടുവന്ന മക്കൾ നമ്മുടെ മക്കൾ, നല്ലതായാലും ചീത്തയായാലും. എന്തിനും ഈ 5 വിരലും 5 തരത്തിലല്ലേ? വേറൊരു സാഹചര്യം, 2 പേരും ഒരു വീട്ടിൽ നിന്നല്ലല്ലോ. അതെ, 2 വീട്ടിലെയാണ്. ആ 2 വീട്ടിലെ സാഹചര്യം നമ്മളുടെ 2 പേരുടെയും ജീൻ വ്യത്യസ്തമാണ്. നമ്മുടെ 2 പേരുടെയും ജീൻ വ്യത്യസ്തമല്ലേ? അപ്പോൾ ആ 2 വീട്ടിലെയും ജീൻ വ്യത്യസ്തമായതുകൊണ്ട് 2 പേർക്കും അവരുടേതായ പ്രത്യേകതകളുണ്ടാകും. അതിപ്പോൾ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇല്ലേ പ്രത്യേകത? നമ്മളുടെ 2 പേരുടെയും ജീൻ വേറെയാണ്. നമ്മളുടെ 2 പേർക്കും ആ ആറ്റിറ്റ്യൂഡും എല്ലാ കാര്യത്തിലും ആ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ അതുണ്ടാവും, പക്ഷേ നമ്മുടെ കണ്ണിൽ അവരൊന്നാണ്. ഡോക്ടർ, ഇപ്പം അമ്മ പറഞ്ഞതുപോലെ ഇതൊരു വ്യക്തിഗതമായൊരു എക്സ്പീരിയൻസ് അല്ലേ? ഡെഫിനറ്റ്ലി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിയെ ആശ്രയിച്ചാണ്. ഒരു കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെന്ന് ഒരു വ്യക്തി ആഗ്രഹിച്ചാൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ലേ? അപ്പോൾ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. എനിക്ക് ഈ കുടുംബത്തിൽ സമാധാനം വേണം. ഞാനൊരു മരുമകളായി ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ എനിക്ക് കുറച്ച് ടോക്സിസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന കുട്ടിക്ക് ഞാൻ അതേ ടോക്സിസിറ്റി കൊടുക്കരുതെന്നും ആഗ്രഹിക്കാം, അതിലേറെ ടോക്സിസിറ്റി കൊടുക്കണമെന്നും ആഗ്രഹിക്കാം. അപ്പോൾ വ്യക്തിപരമായിട്ട് ഒരാൾ ചിന്തിച്ചാൽ കുറേ മാറ്റങ്ങൾ ആ വിഷയത്തിൽ വരും. ഡോക്ടർ, ഇപ്പം അമ്മ പറഞ്ഞതുപോലെ ഇതൊരു വ്യക്തിഗതമായൊരു എക്സ്പീരിയൻസ് അല്ലേ? ഡെഫിനറ്റ്ലി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിയെ ആശ്രയിച്ചാണ്. ഒരു കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെന്ന് ഒരു വ്യക്തി ആഗ്രഹിച്ചാൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ലേ? അപ്പോൾ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. എനിക്ക് ഈ കുടുംബത്തിൽ സമാധാനം വേണം. ഞാനൊരു മരുമകളായി ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ എനിക്ക് കുറച്ച് ടോക്സിസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന കുട്ടിക്ക് ഞാൻ അതേ ടോക്സിസിറ്റി കൊടുക്കരുതെന്നും ആഗ്രഹിക്കാം,
അതിൻ്റെ ഏറെ ടോക്സിസിറ്റി കൊടുക്കണമെന്നും ആഗ്രഹിക്കാം. അപ്പോൾ വ്യക്തിപരമായിട്ട് ഒരാൾ ചിന്തിച്ചാൽ കുറേ മാറ്റങ്ങൾ ആ വിഷയത്തിൽ വരും. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അതായത് ഈ ഒരു അമ്മ പറയുന്നത് അമ്മയുടെ കാഴ്ചപ്പാട്, അതായത് അമ്മയുടെ എക്സ്പീരിയൻസ്, അമ്മയുടെ നല്ല മനസ്സിന്റെയുമാണ് അങ്ങനൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത്. ഡെഫിനറ്റ്ലി. പക്ഷെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഫേസ് ഇതല്ല, ഒരിക്കലുമല്ല. ഒരിക്കലുമല്ല. ഈ വിഷയത്തിന് ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. അതായത് അത് നേരിട്ട് കാണുന്ന ഒരാളാണ് ഡോക്ടർ. എനിക്കിപ്പം വന്ന ഒരു പേഷ്യന്റിന്റെ, ഇപ്പം ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് വന്ന ഒരു പേഷ്യന്റിന്റെ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഒരു പ്രഗ്നൻസിയിലാണ് നമ്മൾ ആ പേഷ്യന്റിനെ കാണുന്നത്. പേഷ്യന്റിന് ആകെയുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പേഷ്യന്റിന് പനിയാണ്, ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പേഷ്യന്റ് ഇസ് അണ്ടർ, ഷീ ഹാഡ് 1 or 2 times സീഷേഴ്സ് ഒക്കെ വന്നു. അപ്പോൾ ആരുമില്ല കൂടെ. പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ എന്ന് പറയുന്നത് അത്ര വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ കുറഞ്ഞ ഒരു ലേഡിയാണ് അവരുടെ കൂടെ ഉള്ളത്, അമ്മയുടെ അനിയത്തിയാണ് അവരുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ അമ്മായിയമ്മ വരികയാണ്, അല്ല ഈ ഹോസ്പിറ്റലിൽ പറ്റില്ല, ഇവിടെ നിന്ന് കൊണ്ടുപോകണം, ഇങ്ങനൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ അവർ ഈ സമയത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, ഷിഫ്റ്റ് ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിന് പൈസ ഒത്തിരി ആവും. അവിടെ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അമ്മായിയമ്മയുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ചികിത്സയ്ക്ക് ഒരുപാട് പൈസയാവും, ഇത് ഇവിടെ കൊണ്ടുപോയേ പറ്റുള്ളൂ. ഞാൻ അത് കഴിഞ്ഞ് കാണുന്നത്, ഇവരുടെ ഡെലിവറി കഴിഞ്ഞ് 4 മാസങ്ങൾക്ക് ശേഷം ഇവരെ ഞാനൊരു പോസ്റ്റ് പാർട്ടം എപ്പിസോഡിലാണ് ഞാൻ കാണുന്നത്. സ്ത്രീ ലൈക്ക് ഇപ്പം നേരത്തെ ഡോക്ടർ ആഷ്ന പറഞ്ഞതുപോലെ, എനിക്ക് എൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും, എൻ്റെ കുഞ്ഞുണ്ടായപ്പോഴും, പഠിക്കാൻ പോയപ്പോഴും, എൻ്റെ ഡെലിവറിയുടെ സമയത്തും ഒക്കെ എനിക്ക് സപ്പോർട്ട് സിസ്റ്റം കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടിയിട്ടേ ഇല്ല. ഇവരൊരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലൂടെയാണ് ആ സമയത്ത് കടന്നു പോകുന്നത്. വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററിയിൽ അവർ പറയുകയാണ്, ഞാൻ ഇവിടെ വന്ന അന്ന് മുതൽ ഞാൻ അനുഭവിക്കുന്നത് ഒരു ടോക്സിക് എൻവയോൺമെൻ്റ് ആണ്. സാഹചര്യങ്ങൾ മാറുന്നുണ്ട്, എൻ്റെ വീട്ടിൽ പൈസ ഇല്ല, എന്നെ ഇവിടെ കൊണ്ടുവന്നു, ഞാൻ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വളരെ ടോക്സിക് ഒരു എൻവയോൺമെൻറ്റിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. എൻ്റെ ഹസ്ബൻഡും ഞാനും തമ്മിലുള്ള ഒരു പ്രൈവറ്റ് സ്പേസിൽ ആദ്യം പുള്ളി സംസാരിച്ചു തുടങ്ങുന്നത്, നീ എന്തിനാ അമ്മയോട് അങ്ങനെ പറഞ്ഞത്, നീ എന്തിനാ അമ്മയോട് അങ്ങനെ അഡ്രസ്സ് ചെയ്തത്, നീ ഒരിക്കലും അമ്മയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം പോലും ഒരു ഓപ്പൺ കോൺവെർസേഷൻ ഞങ്ങൾ വഴക്കില്ലാതെ അവസാനിപ്പിച്ചിട്ടില്ല. അതിൽ ആകെ ഡിസ്കഷൻ വരുന്ന ഒരു കാര്യം, അമ്മ നീ എന്തിന് അമ്മയോട് അങ്ങനെ പറഞ്ഞു, ഇതാണ് ഡിസ്കഷൻ. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം എപ്പിസോഡിൽ അവരിങ്ങനെ കടന്നു പോവുകയാണ്, അവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല, വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ്. അമ്മായിമ്മയുടെ സപ്പോർട്ടും അവർക്കില്ല, പക്ഷെ അവർ ആ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ നിൽഷ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അതിൽ തന്നെയുണ്ട്. ഒരാളെ മനസ്സിൻ്റെ സമനില തെറ്റിക്കാൻ വരെ നമ്മുടെ കൂടെയുള്ള ഒരാൾ കേപ്പബിൾ ആണ്, മറിച്ചുമാവാം. അങ്ങനെ ഒരുപാട് കേസസ് നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പം നോർമലി ഒരു ഫാമിലിയിലേക്ക് ഒരു പെൺകുട്ടി വരിക എന്ന് പറഞ്ഞാൽ അവരെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുന്ന ഒരു ആ പറിച്ചു നടനെന്നുള്ള വാക്കിലാണ് ഇവരെല്ലാരും വിശ്വസിക്കുന്നത്. കാരണം ഇത് നിന്റെ വീടാണ്, ഇനി ഇത് നിന്റെ വീടാണ്. ആ പറിച്ചു നടുമ്പോ ഈ ഒരു ചെടി, ചെടിയെ നമ്മൾ ചെടിയോട് ഉപമിച്ചു കഴിഞ്ഞാൽ ആ ചെടിക്ക് ആദ്യം തന്നെ വെള്ളം കൊടുക്കണം. അതിന് വേണ്ട നേരെ കൊണ്ടുപോയി നമ്മൾ വെയിലത്ത് വെക്കില്ല, ആ വെയിലത്ത് അതിന് സർവൈവ് ചെയ്യാൻ പറ്റൂല. വെള്ളം ഒഴിച്ചു കൊടുത്ത് സാവധാനമായിട്ട് ആദ്യത്തെ ഒരു 1-2 ദിവസം നമ്മൾ ആ ചെടിയെ നല്ലവണ്ണം നിരീക്ഷിക്കും. പിന്നെ അത് ആദ്യമായിട്ടാണ് അവിടെ വേരുറയ്ക്കാൻ പോകുന്നത് എന്നല്ലേ മാം, ആദ്യമായിട്ടാണ് അവിടെ വേരുറയ്ക്കാൻ പോകുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ എന്തുകൊണ്ട് കാഴ്ചയില്ല എന്നായിരിക്കും പിറ്റേ ദിവസം ചോദിക്കുന്നത്. ഒരു കാര്യം പറട്ടെ, ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത് +2 സ്കൂളിൽ. അപ്പോൾ ഒരു വലിയൊരു ലേഡി, സമൂഹത്തിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ലേഡി വന്നിട്ട് പറയാണ്, പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളവരാണ്, അവിടെ ജീവിക്കാനുള്ളവരാണ്. അപ്പം അതിൻ്റെതായ ഒരു രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ സ്വഭാവങ്ങളെയും വ്യക്തിത്വങ്ങളെയും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, മാഡം ഒന്ന് നിർത്തണം. അപ്പോൾ അവരെന്താന്ന് ചോദിച്ചു, അവരാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ വീട്ടിലേക്കും ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്കുമുള്ള ദൂരം സെയിം തന്നെയാണ്. 2 പേരും ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഏൺ ചെയ്യുന്നുണ്ട്. 2 പേരും കൂടെ ചേർന്നാണ് ബ്രെഡും ബട്ടറും ജാമും ഒക്കെ വീട്ടിലേക്ക് മേടിക്കുന്നത്. അപ്പം എന്തിന് ഇവരെ അങ്ങോട്ടേക്ക് പോകാൻ മാനസികമായിട്ട് തയ്യാറെടുക്കണം, എന്തിനവർ പറിച്ചു നടപ്പെടണം? അപ്പോൾ പെൺകുട്ടികളുടെ സൈഡിൽ നിന്നും ആൺകുട്ടികളുടെ സൈഡിൽ നിന്നും അന്ന് കിട്ടിയ കയ്യടി ഇന്നും ഇപ്പം എൻ്റെ മനസ്സിൽ മുഴങ്ങുന്നുണ്ട്. ആ ഒരു വലിയൊരു വ്യക്തിത്വം വന്ന് 11ാം ക്ലാസ് 12ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികളോട് പറയാണ്, മാനസികമായി നിങ്ങൾ ഇപ്പോഴേ പൊരുത്തപ്പെടണം, നിങ്ങൾ വേറൊരു വീട്ടിലേക്ക് പോകാനുള്ളവരാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് അവരുടെ കാര്യങ്ങൾ നോക്കി
ഈ പെൺകുട്ടി ജോലി ചെയ്യുന്നുണ്ടാവും. എൻ്റെ അമ്മ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് ആയിട്ട് റിട്ടയർ ചെയ്താണ്, ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഡോക്ടറിന് അറിയാമല്ലോ, ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാലവുമില്ല, ഭേദവുമില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ അമ്മയെ ഞാൻ കണ്ട ഓർമ്മയില്ല. അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കള്ളമാണ് സ്ത്രീകൾ പറയുന്നത്. യു ക്യാൻ നെവർ ബി എ ഗുഡ് ഒരു ഉദ്യോഗസ്ഥയും നല്ലൊരു വീട്ടമ്മയും കുടുംബിനിയും അമ്മയും ആകാൻ പറ്റില്ല. യു ഹാവ് ടു കോംപ്രമൈസ് ഓൺ വൺ ഓഫ് ദ തിങ്സ് അൺലെസ് യു ഹാവ് എ സപ്പോർട്ട് സിസ്റ്റം. ഇപ്പം അമ്മ ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെയോ എൻ്റെ അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞാലും മക്കളെ നോക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾ വീട്ടിലില്ലെങ്കിൽ നല്ലൊരു ഉദ്യോഗസ്ഥയും നല്ലൊരു കുടുംബിനിയും അമ്മയും ആവാൻ ഒരു സ്ത്രീക്കും പറ്റില്ല എന്നാണ് എൻ്റെ അമ്മ എല്ലാ മീറ്റിങ്ങിലും തുറന്നു പറയുന്ന കാര്യമാണ്. അപ്പം ഇങ്ങനെ ഇപ്പോഴും ഡോക്ടറെ ഞാൻ പറഞ്ഞ ശരിയല്ലേ, പെൺകുട്ടികളെ സൈക്കോളജിക്കലായിട്ട് വളർത്തിവിടാണ്. വേറൊരു വീട്ടിൽ പോകാനുള്ളതാണ് നിന്റെ ക്യാരക്ടർ, അതിനനുസരിച്ച്. അപ്പൊ അവളൊരു നല്ല ക്യാരക്ടറിലേക്ക് വളർന്നു വന്നു. MA പാസ്സായി. ടീച്ചർമാരും മാത്രം അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ കോളേജിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണ ക്ലാസ്സുകളിൽ മാത്രമൊന്നുമല്ല, ഇത് വീടുകളിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ, ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ഈ സ്ത്രീപക്ഷം എന്ന് പറയുമ്പം തന്നെ നമുക്ക് അത് സംസാരിക്കാനായിട്ട് സാധിക്കും. കാരണം ഒരു വീട്ടിൽ തന്നെ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം ഡോക്ടർ അശ്വിനോട് ചോദിക്കുകയാണെങ്കിൽ തന്നെ അമ്മായിയമ്മ സപ്പോർട്ടീവ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഫോർച്ചുനേറ്റ്ലി നമുക്ക് അങ്ങനെയാണ്. പക്ഷെ എന്നാലും വീട്ടിൽ ഇങ്ങനൊരു കൾച്ചറിലല്ലേ ഫോം ചെയ്ത് വളർത്തിക്കൊണ്ട് വന്നത്. എന്നാൽ നല്ല രീതിയിലൊരു വീട്ടിലേക്ക് പോകാനുള്ളതാണ്, അതിനാൽ നീ ഇങ്ങനെ ആയിരിക്കണം. എനിക്കിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 2 പെൺകുട്ടികളായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പം ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ആൺകുട്ടികൾ മാത്രമുള്ള വീടുകളാണെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഒരു ഫ്രീഡം ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ പാരൻസിന് 10 years കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടായത്. ഒരു അത്യാവശ്യം നല്ല ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഞാൻ കേട്ട് വളർന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളാണ് അച്ചടക്കത്തിൽ വളരണം, ഇതൊക്കെ കേട്ടിട്ടുള്ളത് തന്നെയാണ്. നല്ല അച്ചടക്കത്തിൽ വളർന്നാൽ മാത്രമേ നല്ലൊരു വീട്ടിലേക്ക് കെട്ടിച്ചയക്കപ്പെടുകയുള്ളൂ എന്നൊക്കെ കേട്ട് തന്നെയാണ് വളർന്നിട്ടുള്ളത്. അത് അപ്പൊ തന്നെ ആ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് മനസ്സിലായില്ലേ? അതായത് നമ്മൾ അടങ്ങി ഒതുങ്ങി ജീവിക്കാന്ന് നമ്മളെ മോൾഡ് ചെയ്യുവാണ്. അതായത് നമ്മൾ അവിടെ ചെന്ന് അങ്ങനെ തർക്കുത്തരം പറയാനൊന്നും മനസ്സോടു കൂടിയാണ് നമ്മളെ വളർത്തുന്നത്. ശരിക്കും നമ്മുടെ ശത്രുക്കൾ, ഒരു പെണ്ണിന്റെ ശത്രു ഞാൻ പറയും അത് അമ്മായിയമ്മയൊന്നും അല്ല, അതിന് മുന്നേ തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ ശത്രുത. അങ്ങനെ ഡോക്ടർ പറഞ്ഞ പോലെ എനിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പം ഞാൻ അവരെ കൊണ്ട് വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യും. പാത്രം കഴുകുക, ബെഡ് മേക്കിംഗ് ഒക്കെ ചെയ്യും. ഞാൻ പറയും, മോനെ, അല്ലെങ്കിൽ വേറൊരു മോള് വന്ന് അമ്മയോട് പറയും, നിങ്ങളുടെ മോനെ നിങ്ങൾ തന്നെ പിടിച്ചോ, ഈ ചെക്കൻ ഒന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ, എനിക്കും പറ്റില്ല എന്ന്, നിന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവള് ഇപ്പോഴും അങ്ങനത്തെ കാലഘട്ടമാണ്. എല്ലാവർക്കും ഒരു കുട്ടി അരക്കുട്ടിയൊക്കെയാണ് പെൺകുട്ടികളുള്ളത്. അതുകൊണ്ട് ആൺകുട്ടികളും ഒരേപോലെ വളർത്തണം. ഞാൻ പറയും, മോനെ, നിന്നെ കൊണ്ട് വീട്ടിൽ ഉപയോഗിച്ചിട്ട് അവള് പോകും കേട്ടോ, നിങ്ങളുടെ മോനെ നിങ്ങൾ പിടിച്ചോ അമ്മയെന്നും പറഞ്ഞിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ആൺകുട്ടികളെ കേപ്പബിൾ ആക്കുക. പലപ്പോഴും അമ്മായിമ്മമാര് ചിന്തിക്കുക, എന്റെ കാലം കഴിഞ്ഞാൽ എന്റെ മകനെ നോക്കാൻ, അല്ലെങ്കിൽ എന്റെ മകനെ സപ്പോർട്ട് ഫിനാൻഷ്യലി മാത്രമല്ല, എന്റെ മകനെ ബാക്കിയുള്ള കാര്യങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ ഒരു വ്യക്തി. ഡിഫറൻസിൽ കല്യാണം കഴിക്കുന്നത്. അദ്ദേഹത്തിന് പ്രായമാകുമ്പോഴും ഭാര്യയ്ക്ക് ഒരു 60 വയസ്സ് 65, അദ്ദേഹത്തിന് നഴ്സിംഗ് ഒക്കെ ചെയ്യാനൊക്കെ. അതുകൊണ്ടാണ് ഇത്ര ഏജ് ഡിഫറൻസിലും കല്യാണം കഴിക്കുന്നത്. 28 വയസ്സ് വരെ ഞാൻ നിന്നെ മദർ ചെയ്തു, ഇനി നിന്നെ ഒരു പെണ്ണ് വന്നിട്ട് അവര് മദർ ചെയ്യട്ടെ, അതായിരിക്കും ഒരു കോൺസെപ്റ്റ്. എന്നെ നോക്കട്ടെ, ഇങ്ങനെ സിസ്റ്റത്തിന്റെ പിൻതലമുറക്കാരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം വരാനായിട്ട് ഈ ഇത്രയും നാളത്തെ ഒരു ഡോക്ടറൽ എക്സ്പീരിയൻസ് വെച്ച് ഡോക്ടറിന് എന്താ പറയാനുള്ളത്? അതായത് നമുക്കിപ്പോ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങുകളുടെ കാലമാണിത്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എങ്ങനെ സമൂഹത്തിൽ മുമ്പോട്ട് പോവാം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് എങ്ങനെ ജീവിക്കാം, ഇവർ തമ്മിൽ കുറേ സംസാരിക്കാറുണ്ട്. എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ നമ്മളൊരു ലൈസൻസ് കൊടുക്കുകയാണ്, ഇവർക്കൊരു ഡേറ്റിംഗ് ആയിട്ട് ഇവർ പോകുന്നു, സംസാരിക്കുന്നു. നിൽഷയുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 മാസമായെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് അമ്മായിയമ്മയോട് ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും സംസാരിച്ചിട്ടുണ്ട്. ഞാൻ വിവാഹത്തിന് എനിക്ക് ആസ് എ പേഴ്സൺ ഞാൻ പറയുവാണെങ്കിൽ, ഓക്കെ, ഇപ്പം ആങ്കറിന് ഇന്റർവ്യൂ ചെയ്യാണ് ഡോക്ടർ തന്നെ. എക്സാക്ട്ലി എനിക്കത് പറയാനായിട്ട് സാധിക്കും. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ കല്യാണം, ഈ പെണ്ണ് കാണൽ ചടങ്ങുകൾ, ഉറപ്പിക്കലുകൾ, അല്ലെങ്കിൽ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. അത് അറേഞ്ച്ഡ് മാരേജ് ആണ് ഞങ്ങളുടെ. എന്നാൽ പോലും ഞാനിതൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. അത് ഞാൻ അങ്ങനെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതെനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. ഞാൻ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പേഴ്സണലി ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ അങ്ങനെ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. ഇപ്പോൾ എൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ ബ്രദറിനോട് പറയുവാണ്, നീ ഇത് ചെയ്യണ്ട, അവൾ ചെയ്തോളും എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്കുണ്ട്. കാരണം ചേട്ടൻ തിരക്കാണെങ്കിൽ ചെയ്യണ്ട, പക്ഷേ ആൺകുട്ടി ആയതുകൊണ്ട് ചെയ്യരുതെന്ന് പറയുന്ന സിസ്റ്റത്തോട് ഞാൻ
യോജിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഞാൻ കൊണ്ടുവന്നുകൊണ്ട് തന്നെ പിന്നെ കുറേ ബന്ധുക്കൾ വന്ന് നിന്ന് ആണിൻ്റെ കല്യാണം കഴിക്കാൻ വന്ന് ചെറുക്കൻ്റെ കുറ്റം പറയുക, പെണ്ണ് പറ്റില്ല ഇങ്ങനെ പറയും. ഇതൊന്നും ഒരു 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 ഡിസ്കഷന് വിടാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല. ഇത് പ്രൈവറ്റായിട്ട് അല്ലെങ്കിൽ ഈ ആണും പെണ്ണും പുരുഷനും സ്ത്രീയും തമ്മിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതിനുശേഷം മാതാപിതാക്കൾ അതിലേക്ക് പങ്കുചേരുന്ന ഒരു ബന്ധമായിട്ടാണ് ഞാൻ വിവാഹത്തെ ഞാൻ കണ്ടത് ആസ് എ പേഴ്സൺ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു. എന്നാൽ പോലും നമ്മൾ ഈ സൊസൈറ്റിയുടെ ഭാഗമായതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് എനിക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സ്റ്റിൽ. അപ്പം എൻ്റെ അമ്മായിയമ്മയാണെങ്കിലും അമ്മായിയമ്മ എന്ന് പറയുന്നത് അമ്മയല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അമ്മായിയമ്മ എന്നൊരു വേർഡ് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് മാത്രം പറയുന്നതാണ് ഞാനും അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആളാണെങ്കിലും ഭയങ്കര കമ്പനിയാണ്, ഒക്കെയാണ്. എന്നാൽ പോലും പെട്ടെന്ന് മറ്റുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാവാനുള്ള സാധ്യത, പെട്ടെന്ന് ആൾ ഡിസ്റ്റർബ്ഡ് ആവും. പിന്നെ ഞാൻ ഈ ഒരു പ്രൊഫഷനിൽ നിന്ന് വന്നിട്ടൊരാളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. നമ്മുടെ ജോലി രാത്രി കാലങ്ങളിലുള്ള എത്തുന്ന സമയമൊന്നും കൃത്യമായിട്ടുള്ളൊരു സമയമൊന്നുമില്ല. അപ്പം നമ്മൾ പിന്നെ ഇത്തിരി ഫെമിനിസം ചിന്താഗതി, ഇപ്പം ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫെമിനിസം സ്ത്രീ, പക്ഷേ ഈ പ്രോഗ്രാം തന്നെ ഫെമിനിസത്തെ പറ്റിയുള്ള ഒരു ടോക്ക് തന്നെയാണല്ലോ. അപ്പോൾ ഫെമിനിസം എന്ന് പറഞ്ഞാൽ തന്നെ അപകടമാണ്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ നോക്കാത്തവരാണ്, ഫെമിനിസം എന്ന് പറഞ്ഞാൽ മതമില്ലാത്തവരാണ്, ഫെമിനിസം എന്ന് പറഞ്ഞാൽ അഹങ്കാരികളാണ്. ഇതൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇതൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്തവരാണ്, ഇതൊക്കെയാണ് ഫെമിനിസം എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗദറാണ്. പിന്നെ ഫെമിനിസം എന്ന് പറഞ്ഞാൽ മക്കളെ വേണ്ടാത്തവരാണ്. ഇതൊക്കെയാണ് ഫെമിനിസത്തെ പറ്റി പറയുന്നത്. ആക്ച്വലി ഇതൊന്നുമല്ല ഫെമിനിസം, ഇക്വാലിറ്റി മാത്രമാണ് ഫെമിനിസം എന്ന് പറഞ്ഞാൽ. തുറന്ന ചിന്താഗതി, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള നല്ലൊരു ബന്ധമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും ആർക്കും അതങ്ങ് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന തോട്ടിന്നല്ലേ നമ്മൾ ഇതിനൊരു ഉത്തരം കാണേണ്ടത്. അതെ അതെ, അതായത് ഒരു സ്ത്രീയെ സ്ത്രീയായി അക്സെപ്റ്റ് ചെയ്യുക, ആ സ്ത്രീക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക. അവൾ മരുമകളായാലും മകന്റെ ഭാര്യയാണെങ്കിലും അവൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുക. ഇപ്പം ഞാൻ ഈ വിവാഹത്തിന്റെ സമയത്ത് എൻ്റെ ഇൻലോസിൽ നിന്നല്ലാതെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് ഞാൻ ഇവിടെ ഈ ഒരു മൊമെന്റിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇനി നീ ആയിരിക്കണം അവന് സപ്പോർട്ട്, ഇനി നീ വേണം കാര്യങ്ങൾ ചെയ്യാൻ, ഇനി നീ അവനോട് ചോദിച്ചിട്ട് വേണം, ഇനി നീ നിന്റെ പാരൻസിനോട് ചോദിച്ചു, ഇനി നീ അവനോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ഞാൻ പറയും ഒരിക്കലും ചോദിച്ചിട്ടെന്നുള്ളതല്ല, അറിയിക്കുക, ഡിസ്കസ് ചെയ്യുക. സിനിമയിലെ ഒരു ഡയലോഗ് പോലെ ഇവന് ഇണയായും തുണയായും അടിമപ്പെട്ട് ജീവിക്കണം. ഇണയാവാനും തുണയാവാനും ഒക്കെ ഓക്കെ, അടിമപ്പെട്ട് ജീവിക്കാനൊന്നും പറ്റില്ല. അത് കറക്റ്റ്, അച്ഛൻ പറഞ്ഞൊക്കെ കറക്റ്റ് ആണ്. ഇണയാവാനും തുണയാവാനും ഒക്കെ, അടിമപ്പെട്ട് ജീവിക്കാനൊന്നുമല്ല, കറക്റ്റ് ആണ് ആ സംഭവം. ഫ്രണ്ട് ആവാൻ ഒരുമിച്ച് കൈവച്ച് മുമ്പിലും വേണ്ട പുറകിലും വേണ്ട, ഒരുമിച്ച് കൈവച്ച്. എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഇപ്പം ഞങ്ങൾ ന്യൂജൻ ഇതാണല്ലോ. അപ്പൊ ഞാൻ എനിക്ക് എല്ലാരും പറയും അയ്യോ പ്രായം പറയരുത്, ഏജ് പറയാൻ എല്ലാവർക്കും മടിയാണ്. എന്തോ ഞാൻ എപ്പോഴും പറയും നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഏജാണ്. നമ്മൾ ജനിച്ച വർഷം, നമ്മൾ ജനിച്ച നാള്, ഇതൊക്കെ നമ്മുടെ ഐഡന്റിറ്റി അല്ലേ. അതിനെ നമുക്ക് എങ്ങനെ ഹൈഡ് ചെയ്യാൻ പറ്റും? ഞാൻ ഒരിക്കലും അത് ഹൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അപ്പം ഞാൻ പറയും എൻ്റെ 30s എൻ്റെ മാരേജ് എന്ന് പറയുന്നത്. അപ്പം ഈ 30s വരെ എത്താനുള്ള കാരണം തന്നെ ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. അപ്പം ഈ ആറ്റിറ്റ്യൂഡിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആണുങ്ങൾ വളരെ കുറവാണ് ഇന്ന് കേരളത്തിൽ. അതുകൊണ്ട് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ 2ാം ദിവസം എനിക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റില്ല, അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പലതും നമുക്കത് പറ്റില്ല. അപ്പോൾ അമ്മായിയമ്മ മരുമകൾ ബന്ധത്തിന്റെ കാതൽ കിടക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. ഈ ഒരു നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യിച്ചാണ് അവർ വിടുന്നത്. അപ്പൊ അത് ആ സിസ്റ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് സൊസൈറ്റി മുഴുവൻ, കുടുംബം അടക്കം, ബന്ധുക്കളടക്കം. ഇത് നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് അപ്പൊ എവിടെ വെച്ച് നമ്മളായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലേ അമ്മ? നമ്മളായിട്ട് സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുന്നത് കുറച്ചും കൂടി കാലം കഴിയണം. എന്നാലും ഞങ്ങളുടെ ജനറേഷനിൽ നിന്നും കുറെ വ്യത്യാസം, പിന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇനി നിങ്ങളുടെ ഒക്കെ ജനറേഷൻ വരുമ്പോ അത് അടുത്ത ജനറേഷൻ ആകുമ്പോ ഇത് കാലിയാവും. എന്റെ പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കിയ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തൊരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ ഈ വീട്ടിലുള്ള അമ്മായിയമ്മമാരെന്ന് പറഞ്ഞാല് 60s 50s ജനിച്ച അല്ലെങ്കിൽ 70s ജനിച്ച അമ്മായിയമ്മമാരാണ് ഇപ്പൊ വീടുകളിലെ അമ്മായിയമ്മമാര്. ആൻഡ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന മരുമക്കളാണെങ്കിൽ 90s ജനിച്ച മരുമക്കളുമാണ്.
ഓക്കെ, അപ്പം ഈ ഒരു 90s എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു മൊബൈൽ ഒരു ആൽഫ ജനറേഷൻ generation. എനിക്ക് എന്റേതായ ഒരു അഭിപ്രായം വന്നൊരു ജനറേഷനാണ്. ഡെഫിനറ്റ്ലി. അപ്പം ഇനി വരും തലമുറ, അതായത് ഇപ്പൊ ഞങ്ങള് അല്ലെങ്കിൽ നമ്മളെ അമ്മായിയമ്മമാരായിട്ടൊക്കെ വരുന്ന ഒരു കാലഘട്ടം വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവരും ഒരേ ജനറേഷനിലായിരിക്കും. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളാനായിട്ട് ഈ പറഞ്ഞ പോലെ അമ്മായിയമ്മ മരുമകൾ അന്നും ഇന്നും എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഒറ്റ കൈയാണെന്നൊക്കെ പറയാം. അതിന് എക്സാക്ട് ഒരു ഒറ്റ കൈയായിട്ട് നിൽക്കാനുള്ള ഒരു വേവ് ലെങ്ത്തിലേക്ക് അപ്പോഴേക്കും ഈ ഒരു തലമുറ എത്തുമെന്ന് തന്നെ നമുക്ക് പോവുകയാണ്. അതില് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഇപ്പൊ നേരത്തെ ഡോക്ടർ പറഞ്ഞു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പറഞ്ഞു. സാധാരണ ഇതിന്റെ ഒരു ഏജ് പറയുകയാണെങ്കിൽ ഇപ്പൊ മിക്കവാറും ഒരു കോളേജ് തലങ്ങളിലാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഏജ് ഗ്യാപ്പിലാണ് ഇപ്പോൾ മാരേജസ് നടക്കുന്നത്. അപ്പോൾ കോളേജ് ലെവലിൽ സ്ത്രീകൾക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ കൗൺസിലിംഗ് സെഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. അതേസമയം ആൺകുട്ടികൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒരു ജോലിയൊക്കെ ആയതിനു ശേഷമായിരിക്കും അവർ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഓപ്പർച്യൂണിറ്റി അത്രയും കുറയുകയാണ്. അപ്പോൾ സ്ത്രീകൾ മാത്രമല്ല, രണ്ടു കൂട്ടരും ഒരുപോലെ അറ്റൻഡ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. അതോടൊപ്പം ഡോക്ടർ കാര്യം ചോദിക്കട്ടെ, ഈ അതായത് ഒരു പെൺകുട്ടിയുടെ അമ്മയോ അച്ഛനോ ആവാൻ തയ്യാറാകുന്ന, അതായത് അമ്മായിയമ്മയോ അമ്മയോ അവർക്കും ഒരു കൗൺസിലിംഗ് ആവശ്യം രണ്ടുപേർക്കും ആവശ്യമാണ്. ഫാമിലി കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിലേക്ക് അതിനെ കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ ഞാൻ വളർത്തുന്ന എൻ്റെ മകൻ എത്ര ചെറിയ കുട്ടിയാണെങ്കിലും നിനക്ക് വേറെ ആരോ നിന്നെ മദർ ചെയ്യാൻ വരുന്നു എന്നുള്ള ഒരു മുൻധാരണ എത്രയും നേരത്തെ ഒഴിവാക്കുക. എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അവൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്, ബാഗ് പാക്കിംഗ് തുടങ്ങി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവന് ഈ പ്രായത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അവനെ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുത. അപ്പോഴാണ് അടുത്ത ഇങ്ങനെയാണല്ലോ ഉണ്ടാവുന്നത് ഈ ജനറേഷൻ്റെ. ഇപ്പം നിൽഷ പറഞ്ഞ പോലെ ഒരു ബെറ്റർ വേർഷൻ ഇസ് യെറ്റ് ടു കം. ഈ ബെറ്റർ വേർഷൻ എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങേണ്ടതിരിക്കുന്നു. ഇപ്പം എന്തായാലും നല്ല ഒരു അമ്മായിയമ്മ മരുമകൾ ബന്ധം ഭാവിയിലുണ്ടാകും. ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നിർമ്മാർജ്ജനം ചെയ്യും, തള്ളിക്കളയും കുട്ടികൾ എന്നുള്ള ഒരു പ്രത്യാശയോടെ നമുക്കിവിടെ ഇത് അവസാനിപ്പിക്കാം. അപ്പോൾ അമ്മായിയമ്മയും മരുമകളും അന്നും ഇന്നും സ്ത്രീപക്ഷത്തിൻ്റെ ഈ ചർച്ച തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ചർച്ച അവസാനിക്കുന്നില്ല. കുടുംബങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുകയാണ്, സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. പുതിയൊരു മാറ്റത്തിനായി കാത്തിരിക്കാം. മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യം തന്നെയാണ്. നല്ലൊരു തലമുറയ്ക്ക് വേണ്ടി അല്ലേ ഡോക്ടർ, നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ശ്രമിക്കാം. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.